ഷമീർ 10 ദിവസമായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു 100 ദിവസത്തിന്റെ മേനി നമുക്ക് തന്നിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അങ്ങനെ 4 വർഷത്തെ ദുബായിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഞാനിപ്പോൾ സൗദിയിൽ എത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം 26-ാം തീയതി പുലർച്ചെ 1:30 ഞാൻ സൗദിയിലുള്ള ദമാം എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ടുള്ളത്. impEX എന്ന കമ്പനിയുടെ സെയിൽസ് ടീംസിലേക്കാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ദമാമിൽ നിന്നും ഇക്കാമ കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ജിദ്ദയിലേക്ക് പോകും. അവിടെയാണ് കമ്പനി പോസ്റ്റിങ്ങും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ദമാമിലുള്ള കിടലായിട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ അൽക്കോബാർ ബീച്ചിൽ പോയിട്ട് ഗോപ്രോ വെള്ളത്തിൻ്റെ അടിയിലൂടെ ഇട്ടിട്ടുള്ള കുറച്ച് കിടലൻ ഷോട്ട്സും നമുക്ക് കാണാം. സോ അറബ് പീപ്പിൾ റെഡി? ലെറ്റ്സ് ഗോ ടു സൗദി അറേബ്യ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ സൗദിയിലെത്തിയിട്ട് ആദ്യമായിട്ട് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. നല്ല പൊറാട്ട, അടിച്ച പൊറാട്ടയും നല്ല മുട്ടക്കറിയും. നമ്മുടെ സ്വന്തം ഇക്കഥ കൂടെ ഉണ്ട്. ഹലോ, ഒന്ന് ഇങ്ങോട്ട് നോക്കി. ഈ ഇക്ക നമ്മളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. മൂപ്പരിതാ നമ്മളൊരു ഹോട്ടലിൽ കയറി നല്ല പൊറാട്ടയും മുട്ടക്കറിയൊക്കെ അടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചങ്ക് ഷഫാദ് ഇപ്പം ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓന് വന്നിട്ട് അവൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങും സൗദിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ രാത്രി പരിപാടി. ചാത്തവിടെ വിശന്ന് വലിഞ്ഞ് നിൽക്കുകയാണ്. ഒന്നും അറിയില്ല. ഫുഡ് എത്തിയിട്ട് ഇനി ഒരു വർത്താനമുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇതാണ് ഗൾഫിലെ ഒരു ശൈലി. ഒറ്റ തിരുന്നാണ് ഫുഡ് കഴിക്കുക. അതാ എന്താ നമ്മുടെ മൂസീനാണ്. ഓന് ദമാമിൽ തന്നെ ഉണ്ട്. പക്ഷെ ഓൻ എന്താ പറയുക, കാണാൻ പറ്റില്ല നമുക്ക്, വണ്ടിയില്ലാത്തതിൻ്റെ പ്രശ്നമേ. അപ്പോൾ അത് നമ്മുടെ ചങ്ക് ഒരു ഹായ് പറഞ്ഞ വൈബാണ്. അപ്പോൾ അതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വന്നിട്ടുള്ളത് അൽക്കോബാറിൽ കോർണിഷിലേക്കാണ്. ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരുത്തന്നെ നമ്മൾ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ മൂസിനെ. ഓന് ഞങ്ങളുടെ വൈബ് കണ്ടിട്ട് ഓൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയും പിടിച്ചിട്ട് ഇതാ അവിടെ നമ്മളെ കാണാൻ ഗോവാറിലെത്തിയിട്ടുണ്ട്. ഇതാ അതേ ഡ്രസ്സ്, അതേ ചങ്കി. നമ്മളെ കാണാൻ പിന്നെ ഇവിടുത്തെ ഗോവാറിലേക്ക് ഓടി എത്തിയിട്ടുണ്ട്. അല്ലടാ, എന്താ പാട് മൂസിയ? അപ്പോൾ അതാണ് നമ്മുടെ കോബാറിലുള്ള ഇവരെ പരിചയപ്പെടുത്താൻ പറഞ്ഞു. ഇവരെ പരിചയം എങ്ങനെ വെച്ചാൽ നമ്മുടെ MBA ഒക്കെ പഠിക്കുമ്പോൾ പാലക്കാട് ലീഡ് കോളേജിലുള്ള പരിചയമാണ്. അപ്പോൾ അവിടെ നിന്നുള്ള സുഹൃത്തുക്കളാണ് രണ്ടാൾക്കാരും. ഈ കാണുന്ന നമ്മുടെ കോബാറിൽ ഞാൻ താമസിച്ചിരുന്ന റൂം. ഇതാ നമ്മുടെ ബെഡാണിത്. ഇതാണ് നമ്മുടെ കോബാർ റൂമിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ. ഇതാണ് നമ്മുടെ കാക്ക. മൂപ്പരാണ് നമ്മളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വന്നത്. ഹാരിസ്ക, ഫഹദ് ഫാസിൽ നമ്മൾ വിളിക്കുന്നത്. പിന്നെ 24 മണിക്കൂറും കിടന്നുറങ്ങണ പ്രവീൺ. അടിപൊളി സ്വീറ്റ്. എന്താ പാട്? എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? മൈസൂർ പാക്കിൻ്റെ സെയിം സാധനം അല്ലേ? ബൈ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം നാളെ രാവിലെ സെറ്റല്ലേ? 5 മണിക്ക് അലാറം വെച്ചോളി. 5 മണിക്ക് നമ്മൾ ബീച്ചിക്ക് പോകും. സെറ്റ്. ഓക്കെ. ഹലോ. ട്യൂബൊക്കെ അവിടെ സെറ്റ് ആക്കിയിരിക്കണം. നീന്തരാത്ത കുറെ ടീമുണ്ട്. അയ്യോ,
നമ്മളിതാ ബീച്ചിൻ്റെ അകത്തേക്ക് പോവാണ്. ഇവിടെ എന്താ അത്യാവശ്യം കുറേ നടന്നാൽ ഈ ഒരു ലെവലിലെ വെള്ളമുള്ളൂ. കണ്ടാ സൂപ്പറാണ്. അപ്പം മച്ചാന്മാരെ ഞങ്ങളിപ്പോ ഹാഫ് മൂൺ ബീച്ചിന്റെ അകത്ത് കയറി. ഇവിടെ നല്ല തകർത്തൻ നമ്മുടെ കാക്ക അവിടെ പൊന്തിക്കണ്. വേറെ ഇവിടെ നീന്തറിയാത്ത പ്രവീണ ട്യൂബുമല കളിക്കണത്. എത്ര പ്രവീണാകെ മുട്ടിന് വന്നുള്ളൂ. ചാടിക്കൂടെ. നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫാണ് എല്ലാവരും. ഒക്കെ നല്ല ഹാപ്പിയാണ്. ഒരു ഫാസിൽക്കൻ്റെ കട്ടില്ലേ ചെറുതായിട്ട് സൈഡ് നോക്കുമ്പോ നമ്മുടെ അതെ കറക്റ്റ് തലേക്ക് നോക്കിയാൽ കറക്റ്റ് ഫാസില. ഇവിടെ ട്യൂബിന് വേണ്ടി തല്ലുണ്ടാക്കാണ്. അയ്യോ ഉപ്പുവെള്ളം കുടിച്ചു. നീന്തറിയില്ല. കാക്കേ നിങ്ങൾ എത്ര വർഷമായി ഇവിടെ സൗദിയില്? ഞാനോ? ഞാന് 92 വന്നു. അപ്പം ഒരു 27 വർഷമായിട്ടുണ്ടാവും അല്ലേ? എന്താന്നിട്ട് ഇവിടുത്തെ ഗൾഫ് ജീവിതം എങ്ങനെയുണ്ട്? ഗൾഫ് ജീവിതം എന്താ വളരെ ഉഷാറല്ലേ, അടിപൊളി. കാക്കനെ കണ്ടോ നമ്മുടെ ഫ്രീക്കൻ ചെക്കന്മാരെ പോലെയാണ്. ഫുൾ എൻജോയ്മെന്റ് ആണ് കാക്ക. കൊണ്ടോട്ടിയുടെ അഭിമാനമാണ് നമ്മുടെ സ്വന്തം കാക്ക. നമ്മുടെ ചെക്കന്മാർക്ക് എങ്ങനെ റൂംമേറ്റ്സ് ഒക്കെ അടിപൊളിയല്ലേ? ഫുൾ ഉഷാറാണല്ലേ? ബീച്ചിൽ ട്യൂബ് ഇട്ടിങ്ങനെ ട്യൂബിന്റെ മുകളിൽ കയറി. പറഞ്ഞോളി എന്താണ് ഇപ്പത്തെ ഈ ഒരു അവസ്ഥ? താങ്കൾ പറയൂ, എന്താണ് ഫീൽ ചെയ്യുന്നത്? നല്ലൊരു പ്രത്യേകത വെള്ളത്തിൽ ഷമീർ 10 സൈഡ് വന്നിട്ടുണ്ട്. നല്ലൊരു 100 ദിവസത്തിന്റെ മേനി നമുക്ക് തന്നിട്ടുണ്ട്. ഒരു വിഷമം മാറ്റാൻ വേണ്ടിട്ട് നമ്മള് അവന്റെ സന്തോഷം നോക്കിയുള്ളൂ, നമ്മൾ വേറെ നോക്കി. അതാണ്. അപ്പൊ ഇനി കുറച്ച് അണ്ടർ വാട്ടർ ഷോട്ട്സ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബീച്ചിന്റെ അടിയിലുള്ള വെള്ളത്തിനടിയിലത്തെ കുറച്ച് ഷോട്ട്സ് നമുക്ക് ഒന്ന് കിട്ടുമോ നോക്കാം. ഇപ്പോഴത്തെ ഏകദേശം സമയം ഒരു 8 മണിയോടെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു അരമണിക്കൂറും കൂടെ ഇവിടെ കുളിച്ചിട്ട് ഇവിടുന്ന് നേരെ ദമാം എയർപോർട്ട് പോകും. കാരണം നമുക്ക് ഫ്ലൈറ്റ് അവിടെ നിന്നാണ് 11 മണിക്ക് ഫ്ലൈറ്റ് ദമാം എയർപോർട്ടിൽ നിന്നാണുള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് നല്ല സ്നേഹമുള്ള മനുഷ്യന്മാരാട്ടോ. നല്ല കാക്കന്മാരും നല്ല ചേട്ടന്മാരും എല്ലാവരും അടിപൊളി ആൾക്കാരാണ്. ആകെ ഒരാഴ്ചത്തെ പരിചയമുള്ളൂ. പക്ഷേ ഒരു വർഷത്തോളം ഇവിടെ നിന്നിട്ടുള്ള ആ ഒരു പ്രതീതിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്തായാലും സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഏരിയ മിസ്സാവും. ഇനി എന്താ അറിയില്ല, ദമാമക്ക് ഇനി വരാൻ പറ്റുമോ അങ്ങനെയൊന്നും അറിയില്ല. സംഭവം നൈസാണ്, നൈസ് സ്പോട്ട്, നൈസ് ആൾക്കാർ. അവിടെ കളിക്കുകയാണ് എല്ലാവരും കൂടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് കയറിയിട്ട് ബാക്കി കാഴ്ചകളാണ്. അപ്പോൾ നമ്മളിതാ ബീച്ചിലെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഇവിടെ ഒരു വാഷ്റൂമുണ്ട്. ആ വാഷ്റൂമിൽ നിന്ന് ഒന്നുകൂടെ നല്ല ഫ്രഷ് വെള്ളത്തിൽ കുളിച്ച് ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറി പോവുകയാണ് എയർപോർട്ടിലേക്ക്. എല്ലാവരും യാത്ര പറഞ്ഞ് ഞങ്ങളിത് എയർപോർട്ടിൽ പോകണേ. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്, ഇനി വെയിറ്റ് ചെയ്യാൻ ടൈമില്ല. അപ്പം ബൈ.
അപ്പോൾ ഫ്രണ്ട്സ് 2 മണിക്കൂറിലെ യാത്ര കഴിഞ്ഞ് ഞാനിപ്പോൾ ജിദ്ദയിലുള്ള നമ്മുടെ കമ്പനി റൂമിലെത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ 4 റൂമിലായിട്ട് ഏകദേശം 10-20ഓളം സ്റ്റാഫുകളുണ്ട്. നമ്മുടെ അലയിലുണ്ടായിരുന്ന ക്യാമ്പത്തെ അതേ ഒരു ഫീലാണ് ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഇനി ജിദ്ദയിലുള്ള നല്ല നല്ല കിടിലൻ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് കാണാം. അതുവരെ ബൈ. നമ്മുടെ യൂട്യൂബിലുള്ള ഹെവി വ്ളോഗറായിട്ടുള്ള വിനേഷ് ബ്രോ അതുപോലെ ഷാലു ബ്രോയും കൂടിയിട്ട് ഗോപ്രോ എറിയുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അവരൊരു പാർക്കിൽ വെച്ചിട്ട് ഗോപ്രോ ഒരാളൊരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് എറിഞ്ഞു കൊടുക്കുക. ഒരു ചലഞ്ച് വീഡിയോ ഒന്നുമില്ല, ഗോപ്രോ അത്ര ഒന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബീച്ചിൽ നിന്ന് ഗോപ്രോ മുകളിലേക്ക് എറിഞ്ഞിട്ട് പിടിക്കാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു വിഷ്വൽസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു പാർക്കിൽ നിന്ന് ചെയ്തു, നമ്മളിത് അവിടെ ബീച്ചിൽ നിന്ന് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റെഡി? അപ്പം അച്ഛന്മാരെ ഇതാണ് നമ്മുടെ ഗോപ്രോൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ബീച്ചിൽ എറിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ ചെറിയൊരു പൊട്ട് കുടുങ്ങി, അതിൻ്റെ ഗ്യാപ്പിലൂടെ വെള്ളം കയറി. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ സാധനം ഡെഡായിട്ടുണ്ട്. നമ്മുടെ വിനേഷ് ബ്ലോഗിനും ഷാലു ബ്രോനും നമ്മൾ ചലഞ്ച് ചെയ്ത സംഭവം പണി പാളി. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടുള്ള പുതിയ വീഡിയോസ് തൽക്കാലം ഗോപ്രോയിൽ ഉണ്ടാവില്ല, നമ്മുടെ മൊബൈലിലുള്ള ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും ഇനി വരിക. പണി പാലും വെള്ളത്തിൽ കിട്ടി മക്കളെ. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഷമീർ അലി. ഞാനിപ്പോൾ നിൽക്കുന്നത് സൗദിയിലുള്ള കോബാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കമ്പനി റൂമിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ മാസം അതായത് ഓഗസ്റ്റ് 26 പുലർച്ചെ 1:30